നമസ്കാരം. പ്രദേശ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കേരള കോൺഗ്രസ് എം LDF വിടുമെന്ന അഭ്യൂഹം. ജോസ് കെ മാണിയുമായി അനൗദ്യോഗിക ചർച്ച നടത്തി UDF നേതാക്കൾ. LDF വിടേണ്ടെന്ന നിലപാടിൽ റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും. തീരുമാനം 16-ന് ചേരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി. പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്ന് ജോസ് കെ മാണി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വിസ്മയങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. CPM മുൻ MLA ഐഷ പോറ്റി കോൺഗ്രസിൽ KPCC അധ്യക്ഷനിൽ നിന്നും അംഗത്വം സ്വീകരിച്ചു. കൊട്ടാരക്കരയിൽ UDF സ്ഥാനാർത്ഥിയാകുമെന്ന് സൂചന. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി AICC സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ മധുസൂദനൻ മിസ്ത്രി കേരളത്തിൽ. ഹൈക്കമാൻഡ് വിളിച്ച കേരള നേതാക്കളുടെ യോഗം 16-ന്. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ 2ഇടത്ത് UDFനും 1ഇടത്ത് LDFനും ജയം. കുവൈറ്റ് കോഴിക്കോട് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സർവീസ് പുനരാരംഭിക്കുന്നു. മാർച്ച് 1 മുതൽ സർവീസ് തുടങ്ങും. കണ്ണൂർ സർവീസ് പുനരാരംഭിക്കുന്നത് തീരുമാനമായില്ല. സർവീസുകൾ നിർത്തിയത് വിന്റർ ഷെഡ്യൂളിന്റെ ഭാഗമായിട്ടെന്ന് അധികൃതർ. ജമ്മു കാശ്മീരിലെ കത്വയിൽ കനത്ത ഏറ്റുമുട്ടൽ. സുരക്ഷാ പരിശോധനയ്ക്കിടെ സൈന്യത്തിന് നേരെ ഭീകരർ വെടിവെച്ചു. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. സാഹസത്തിന് മുതിർന്നാൽ കനത്ത തിരിച്ചടി നൽകും. കശ്മീരിൽ ഭീകരരുടെ ശൃംഖല തകർത്തുവെന്നും പാകിസ്ഥാന്റെ ആണവ ഭീഷണി അവസാനിപ്പിച്ചെന്നും ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ തൃശ്ശൂരിൽ തിരിതെളിയും. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. 25 വേദികളിൽ മാറ്റുരയ്ക്കുന്നത് 15,000-ഓളം കൗമാര പ്രതിഭകൾ. ഒരുക്കങ്ങൾ വിലയിരുത്തി മന്ത്രി V ശിവൻകുട്ടി. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് LDF വിടുമെന്ന അഭ്യൂഹങ്ങൾ വീണ്ടും ചർച്ചയാകുന്നു. തിരുവനന്തപുരത്ത് തിങ്കളാഴ്ച നടന്ന LDF സമരത്തിൽ ചെയർമാൻ ജോസ് കെ മാണി പങ്കെടുക്കാതിരുന്നതാണ് മുന്നണി മാറ്റം എന്ന വാദത്തിന് ശക്തി പകരുന്നത്. ജോസ് കെ മാണിയെ UDF ക്യാമ്പിലെത്തിക്കാൻ ഇടപെടുന്നു എന്ന വാർത്ത കോൺഗ്രസ് ഹൈക്കമാൻഡും തള്ളി. എന്നാൽ VD സതീശനും കുഞ്ഞാലിക്കുട്ടിയും ജോസ് കെ മാണിയുമായി ചർച്ച നടത്തിയെന്ന സൂചനകളും പുറത്തുവന്നു. ഇതിനിടയിൽ LDF നേതാക്കൾക്കൊപ്പമുള്ള ചിത്രം തുടരുമെന്ന കുറിപ്പോടെ മന്ത്രി റോഷി അഗസ്റ്റിനും മുഖ്യമന്ത്രിക്ക് ഒപ്പമുള്ള ചിത്രം പ്രമോദ് നാരായണനും ഫേസ്ബുക്കിൽ പങ്കുവച്ചു. കേരള കോൺഗ്രസിനെ UDFിലെത്തിക്കാൻ അനൌദ്യോഗിക ചർച്ചകൾ ആരംഭിച്ചതായാണ് സൂചന. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി എന്നിവർ ജോസ് കെ മാണിയുമായി ചർച്ച നടത്തിയതായും സൂചനയുണ്ട്. കേരള കോൺഗ്രസിനെ UDFിലെത്തിക്കാൻ ഹൈക്കമാൻഡ് ഇടപെടുന്നുവെന്നും സോണിയാഗാന്ധിയുമായി ജോസ് കെ മാണി ചർച്ച നടത്തി എന്നുമുള്ള പ്രചരണങ്ങൾ ഹൈക്കമാൻഡ് തള്ളിയിരുന്നു. മുന്നണി മാറ്റത്തിനായി ചർച്ചകൾ നടക്കുന്നുവെന്ന വാദങ്ങളെ കേരള കോൺഗ്രസ് നേതൃത്വവും തള്ളുകയാണ്. ക്രെഡിബിലിറ്റിയുള്ള പാർട്ടിയാണ് കേരള കോൺഗ്രസ് M എന്നും മുന്നണി വിടുമെന്ന അഭ്യൂഹങ്ങൾക്ക് മറുപടി പറയേണ്ടതില്ലെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ഞങ്ങളുടെ ഒരു പാർട്ടി, ഞങ്ങൾക്ക് ക്രെഡിബിലിറ്റി ഉണ്ട്, ഒരു ധാർമ്മികതയുണ്ട്. ആ ക്രെഡിബിലിറ്റിയും ധാർമ്മികതയും ഒരു കാര്യത്തും പണയം വെച്ചിരിക്കുന്ന ഒരു പാർട്ടിയല്ല. അതെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. ചെയർമാൻ തന്നെ വ്യക്തമാക്കി. ഇന്നലെ പോലും പങ്കെടുക്കാത്തതിന്റെ കാരണം ചെയർമാന്റെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. ഇനി ഇത്തരം കാര്യങ്ങൾക്ക് ഒരു പ്രസക്തിയില്ലാത്ത കാര്യം. ഇതിനിടെ കേരള കോൺഗ്രസിൽ മുന്നണി മാറ്റം സംബന്ധിച്ച് ഭിന്നാഭിപ്രായമാണുള്ളത്. മന്ത്രി റോഷി അഗസ്റ്റിൻ ഇടതുമുന്നണിയിൽ തുടരുമെന്ന് വ്യക്തമാക്കുമ്പോൾ പാർട്ടി എടുക്കുന്ന നിലപാടിനൊപ്പം നിൽക്കുമെന്നാണ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ്, MLA-മാരായ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ, ജോബ് മൈക്കിൾ എന്നിവർ ഉറപ്പു നൽകിയിരിക്കുന്നത്. റാന്നി MLA പ്രമോദ് നാരായണനും LDFിൽ തുടരുക എന്ന ആശയത്തോടൊപ്പമാണ്. LDFിൽ തുടരും എന്ന സൂചന നൽകി LDF നേതാക്കൾക്കൊപ്പമുള്ള ചിത്രം റോഷി അഗസ്റ്റിനും മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ചിത്രം പ്രമോദ് നാരായണനും ഫേസ്ബുക്കിൽ പങ്കുവച്ചു. ഇതിനെല്ലാമിടയിൽ കേരള കോൺഗ്രസ് എമ്മിനെ UDFിലേക്ക് എത്തിക്കാൻ ക്രൈസ്തവ സഭാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ശക്തമായ സമ്മർദ്ദമുണ്ട്. ഏതായാലും ഈ മാസം 16-ന് കോട്ടയത്ത് ചേരുന്ന കേരള കോൺഗ്രസ് M സ്റ്റിയറിംഗ് കമ്മിറ്റിയോടെ മുന്നണി മാറ്റം സംബന്ധിച്ച അഭ്യൂഹങ്ങൾക്ക് വിരാമമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇടതുമുന്നണിയിൽ തുടരണമോ വേണ്ടയോ എന്ന കാര്യത്തിലും സീറ്റുകൾ, സ്ഥാനാർത്ഥികൾ തുടങ്ങിയ കാര്യങ്ങളിലും അന്തിമ തീരുമാനം സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായേക്കും. കേരള കോൺഗ്രസിൽ വീണ്ടും ഒരു പിളർപ്പുണ്ടാകുമോ എന്ന ചോദ്യത്തിനും ഇതോടെ ഉത്തരമാകും. അമൃത ന്യൂസ്, കോട്ടയം. അതേസമയം കേരള കോൺഗ്രസ് എമ്മിന്റെ രാഷ്ട്രീയ നിലപാട് ഇടതുമുന്നണിക്കൊപ്പമെന്ന് പലവട്ടം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണെന്ന് ജോസ് കെ മാണി പ്രതികരിക്കുന്നു. ഒഴിവാക്കാനാവാത്ത ചില സ്വകാര്യ ആവശ്യങ്ങൾ ഉള്ളതിനാലാണ് കേരളത്തിന് പുറത്ത് ഇപ്പോൾ യാത്ര ചെയ്യേണ്ടി വരുന്നത്. ഇക്കാരണത്താലാണ് തിരുവനന്തപുരത്തെ ഇടതുമുന്നണി സംഘടിപ്പിച്ച സമരപരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത് എന്ന വിവരം മുന്നണി നേതാക്കളെ മുൻകൂർ അറിയിച്ചിട്ടുള്ളതാണെന്നും കൂടാതെ പാർട്ടിയുടെ മുഴുവൻ MLA-മാരും പ്രസ്തുത പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടെന്നും ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാട് സംബന്ധിച്ച് ഇപ്പോൾ പുറത്തു നടക്കുന്ന ചർച്ചകൾക്ക് പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല എന്നും ജോസ് കെ മാണി അറിയിക്കുന്നു. സത്യം ഇതായിരിക്കെ ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് ബോധപൂർവം പാർട്ടിയെ അസ്ഥിരപ്പെടുത്തുവാനുള്ള അജണ്ടയുടെ ഭാഗമാണ് എന്നും ജോസ് കെ മാണി കുറ്റപ്പെടുത്തുന്നു.
കേരള കോൺഗ്രസ് മാണി വിഭാഗം മുന്നണി വിടുമെന്ന വാർത്തകൾ സസ്പെൻസ് നിലനിർത്തി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വിസ്മയം ഉണ്ടാകുമെന്നും വിരലിലെണ്ണാവുന്ന ദിവസം കൂടി കാത്തിരിക്കുകയെന്നും ഇത് സംബന്ധിച്ച മാധ്യമങ്ങളുടെ ചോദ്യത്തോട് പ്രതികരിച്ചു. അല്ല, ഞാൻ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. അവരിപ്പോഴും ഇടതുമുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും എനിക്ക് പ്രത്യേകമായിട്ടുള്ളൊരു കമന്റ് പറയാനില്ല. അവരുടെ ആ ഒരു വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒന്നും ഞങ്ങളുടെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഞങ്ങൾ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തെരഞ്ഞെടുപ്പിന് മുൻപായി കേരളത്തിൽ വിസ്മയങ്ങളുണ്ടാവും. UDFന്റെ പക്കലേക്ക് കക്ഷികളും LDFിലുള്ള കക്ഷികളും NDAയിലുള്ള കക്ഷികളും അല്ലാതെയുള്ള നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും UDFന്റെ പ്ലാറ്റ്ഫോമിലേക്ക് വരും. പുതിയൊരു പാർട്ടിയും UDFിലേക്ക് വരുന്നതായി എറണാകുളത്ത് നടന്ന UDF നേതൃയോഗത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് കേരള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് MLA. കേരള കോൺഗ്രസ് UDFിലേക്ക് വരുന്നത് സംബന്ധിച്ച് ഒരു തരത്തിലും ചർച്ചകൾ നടന്നിട്ടില്ല. UDFിന്റെ ജനകീയ അടിത്തറ വിപുലീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കാരണം ഇന്ന് രാവിലെയും കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ശ്രീ റോഷി അഗസ്റ്റിൻ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്ന പ്രതികരണം, ഞങ്ങൾ LDFിൽ ഉറച്ചു നിൽക്കുന്നു, ഞങ്ങൾ UDFിലേക്ക് ഇല്ല എന്നാണ്. അങ്ങനെ ഒരു പാർട്ടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഈ വിഷയത്തിന് എന്തെങ്കിലും രീതിയിലുള്ള പ്രസക്തിയുണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഇനി പ്രസക്തി ഉണ്ടെങ്കിൽ ആരെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ പറയുന്നതാണ്. 3 പതിറ്റാണ്ട് നീണ്ടുനിന്ന CPM ബന്ധം അവസാനിപ്പിച്ച് കൊട്ടാരക്കര മുൻ MLA ഐഷ പോറ്റി കോൺഗ്രസിൽ ചേർന്നു. തലസ്ഥാനത്ത് കോൺഗ്രസ് നടത്തിയ സമരവേദിയിൽ വെച്ച് KPCC അധ്യക്ഷനിൽ നിന്നും അംഗത്വം സ്വീകരിച്ചു. CPMൽ നിന്ന് നേരിട്ട അവഗണനയാണ് ഐഷ പോറ്റി ചൂണ്ടിക്കാണിച്ചത്. കോൺഗ്രസിന്റെ സമരവേദിയിൽ അപ്രതീക്ഷിത കടന്നുവരവായിരുന്നു ഇടതുകോട്ടയിലെ കരുത്തയായ വനിതാ നേതാവിൻ്റേത്. തുടർച്ചയായി 15 വർഷം കൊട്ടാരക്കരയുടെ MLA ആയിരുന്ന CPMന്റെ മുഖം 2006 സാക്ഷാൽ R. ബാലകൃഷ്ണപിള്ളയുടെ കോട്ടയിൽ കയറി മലർത്തിയടിച്ച ധീരവനിതയെന്ന പരിവേഷമായിരുന്നു ഐഷ പോറ്റിക്ക് ഇക്കാലം അത്രയും. 2016 40,000-ലേറെ വോട്ടുകൾക്ക് കൊട്ടാരക്കരയിൽ നിന്ന് 3ാം തവണ ജയിച്ചപ്പോൾ മന്ത്രിസ്ഥാനം പ്രതീക്ഷിച്ചെങ്കിലും കിട്ടിയില്ല. 2021 ശേഷം പല കാരണങ്ങളാൽ CPMുമായി അകലാൻ തുടങ്ങി. ഏറ്റവും ഒടുവിൽ ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ പാർട്ടി വിടുമെന്ന അഭ്യൂഹങ്ങൾ പരന്നു. എന്നാൽ തലസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിനെതിരെ നടന്ന കോൺഗ്രസിന്റെ സമരവേദിയിൽ തന്നെ കടന്നുവന്ന KPCC അധ്യക്ഷനിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചു. CPMൽ നിന്ന് താൻ നേരിട്ട അവഗണനകൾ എടുത്തു പറഞ്ഞ് കോൺഗ്രസ് പ്രവേശനത്തിന്റെ കാര്യകാരണങ്ങൾ വിശദീകരിച്ചു. കുറേ നാൾ നമ്മൾ ഇത്രയും നാൾ ഇരുന്നിട്ട് ഞാനൊക്കെ ഉൾപ്പെടെ കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികളുണ്ട് 100 കണക്കിന്. അതൊക്കെ വരുമ്പോൾ ഒരു നോട്ടീസിൽ പോലും പേരൊന്നും വയ്ക്കാതിരിക്കുമ്പോൾ നമ്മൾ ആവശ്യമില്ലാന്ന് തോന്നി. അതുകൊണ്ട് അതങ്ങ് അവസാനിപ്പിച്ചു എന്നുള്ളത്. പക്ഷേ എനിക്ക് ഫീൽ ചെയ്തു ഞാൻ അവിടെ ആവശ്യമില്ലാന്ന്. പതിറ്റാണ്ടുകൾ നീണ്ട CPM ബന്ധം ഉപേക്ഷിച്ച് കോൺഗ്രസ് പാളയത്തിലെത്തിയ ഐഷ പോറ്റിക്കെതിരെ കടുത്ത ഭാഷയിലാണ് CPM നേതാക്കൾ വിമർശിക്കുന്നത്. വർഗവഞ്ചകയെന്നും സ്ഥാനമാനങ്ങളോടുള്ള ആർത്തിയെന്നും മുൻമന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ വിമർശിച്ചു. കൊട്ടാരക്കരയിൽ UDF സ്ഥാനാർത്ഥിയായി ഐഷ പോറ്റി മത്സരിക്കുമെന്ന കാര്യത്തിൽ ഏറെക്കുറെ ധാരണയായിട്ടുണ്ട്. കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള നേതാക്കൾ ഇക്കാര്യത്തിൽ ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്ക് ഔദ്യോഗിക തുടക്കം. AICC സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ മധുസൂദൻ മിസ്ത്രി പ്രധാന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ആവേശത്തിൽ ഭരണത്തിലേക്കുള്ള മടങ്ങിവരവിന് സർവ്വസന്നാഹങ്ങളുമായി തയ്യാറെടുക്കുകയാണ് കോൺഗ്രസ്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് ഔദ്യോഗികമായി നേതൃത്വം കടക്കുന്നു. കേരളത്തിന്റെ തിരഞ്ഞെടുപ്പ് സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷൻ മധുസൂദനൻ മിസ്ത്രിയുടെ മേൽനോട്ടത്തിലാണ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നടക്കുന്നത്. ഇക്കാര്യത്തിൽ പാലിക്കേണ്ട നിബന്ധനകളെക്കുറിച്ച് ഹൈക്കമാൻഡ് KPCC നേതൃത്വത്തിന് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിലെ MPമാർ മത്സരിക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് നേതൃത്വം. AICC ജനറൽ സെക്രട്ടറിമാരായ KC വേണുഗോപാൽ, ദീപാദാസ് മുൻഷി എന്നിവർ ഉൾപ്പെടെ സംസ്ഥാന നേതാക്കൾ ഇന്നും നാളെയും തലസ്ഥാനത്തുണ്ട്. വയനാട്ടിൽ നടന്ന ചിന്തൻ ശിബിരത്തിലെ ചർച്ചകളുടെയും തീരുമാനങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് പ്രവർത്തനങ്ങൾ. ഗ്രൂപ്പുകളുടെയോ നേതാക്കളുടെയോ പിടിവാശിയിൽ സ്ഥാനാർത്ഥി നിർണയം അനുവദിക്കില്ല എന്നാണ് ഹൈക്കമാൻഡ് നിലപാട്.
വിജയം മാത്രമായിരിക്കും മാനദണ്ഡം. പ്രാദേശിക ഘടകങ്ങളുമായി സ്ഥാനാർത്ഥികളുടെ ജയസാധ്യത ചർച്ച ചെയ്യും. സിറ്റിംഗ് MLA-മാർ മണ്ഡലത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളും ജയസാധ്യതയും വിലയിരുത്തും. മണ്ഡലത്തിലെ സാധ്യതകളെക്കുറിച്ച് കനകോലുവിന്റെയും ദീപാദാസ് മുൻഷിയുടെയും റിപ്പോർട്ടുകൾ പരിഗണിക്കപ്പെടും. ഓരോ മണ്ഡലങ്ങളിലും സ്ക്രീനിംഗ് കമ്മിറ്റിയും കോർ കമ്മിറ്റിയും ചർച്ച നടത്തി തയ്യാറാക്കുന്ന 3 പേരടങ്ങുന്ന പട്ടിക AICCക്ക് സമർപ്പിക്കും. കോൺഗ്രസിനുള്ളിലെ പ്രാഥമിക ചർച്ചകൾ പൂർത്തിയായ ശേഷം ഘടകകക്ഷികളുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിക്കും. ജനുവരി 20-നുള്ളിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാനാണ് UDFന്റെ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡ് തിരിച്ചുപിടിച്ച് UDF 83 വോട്ടിനാണ് UDFന്റെ KH സുധീർ ഖാൻ വിജയിച്ചത്. ഹാർബർ വാർഡിലെ മുൻ കൗൺസിലറായിരുന്നു സുധീർ ഖാൻ. ഇതോടെ കോർപ്പറേഷനിൽ UDFന്റെ സീറ്റ് എണ്ണം 20ആയി. ഏറെക്കാലത്തിന് ശേഷമാണ് വിഴിഞ്ഞം വാർഡ് UDF തിരിച്ചുപിടിക്കുന്നത്. LDF വിമതൻ 118 വോട്ട് പിടിച്ചതാണ് പാർട്ടി സ്ഥാനാർത്ഥിക്ക് കനത്ത തിരിച്ചടിയായത്. എറണാകുളം ഓണക്കൂരിൽ LDFും മലപ്പുറം മുത്തേടത്ത് UDFും വിജയിച്ചു. ഓണക്കൂറിൽ LDFന്റെ CB രാജീവ് 221 വോട്ടിനാണ് ജയിച്ചത്. മുത്തേടത്ത് മുസ്ലിം ലീഗിലെ സുബൈ 222 വോട്ടുകൾക്കാണ് ജയിച്ചത്. മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA 3 ദിവസത്തേക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ട് തിരുവല്ല ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി. പ്രോസിക്യൂഷന്റെ ആവശ്യം കോടതി അംഗീകരിക്കുകയായിരുന്നു. രാഹുലിന്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിച്ചില്ല. 3 ദിവസത്തെ കസ്റ്റഡിക്ക് ശേഷം 16-ാം തീയതി അപേക്ഷ പരിഗണിക്കാമെന്ന് കോടതി അറിയിച്ചു. കോടതിയിൽ എത്തിച്ച രാഹുലിന് നേരെ പ്രതിഷേധക്കാർ ചീമുട്ടയെറിഞ്ഞു. അതിനിടയിൽ പാലക്കാട് ഹോട്ടലിൽ നിന്നും രാഹുലിന്റെ മൊബൈൽ അന്വേഷണ സംഘം കണ്ടെത്തി. ലാപ്ടോപ്പ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ 3-ാം ബലാത്സംഗ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം റിമാൻഡിലായ രാഹുലിന്റെ കസ്റ്റഡി ആവശ്യപ്പെട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു. ഡിജിറ്റൽ തെളിവുകൾ അടക്കം ശേഖരിക്കണമെന്നും പാലക്കാട് ഉൾപ്പെടെ എത്തിച്ച് തെളിവ് ശേഖരണം നടത്തണമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. ഇത് കോടതി അംഗീകരിക്കുകയായിരുന്നു. കസ്റ്റഡിയിൽ ലഭിച്ച രാഹുലിനെ പോലീസ് ആദ്യം പത്തനംതിട്ട AR ക്യാമ്പിലേക്കാണ് കൊണ്ടുപോയത്. ഇനി 15-ന് വൈകിട്ട് തിരികെ കോടതിയിൽ ഹാജരാക്കണം. അതേസമയം കേസെടുത്തത് നടപടിക്രമങ്ങൾ പാലിക്കാതെയാണെന്നും ചട്ടം ലംഘിച്ചാണ് പരാതി സ്വീകരിച്ചത് എന്നും പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു. കേസ് രാഷ്ട്രീയ പ്രേരിതമെന്നും രാഹുലിനെ പ്രദർശന വസ്തുവാക്കുകയാണ് എന്നും വാദമുയർന്നു. 15-ാം തീയതി വരെ കസ്റ്റഡി കൊടുത്തിരിക്കുകയാണ്. മെയിനായിട്ട് ഈ കേസ് രജിസ്റ്റർ ചെയ്ത നടപടി തന്നെ തെറ്റാണെന്നാണല്ലോ ഒരു മെയിൻ വാദഗതിയായിരുന്നു. കനത്ത പോലീസ് സുരക്ഷയിലാണ് രാഹുലിനെ വൈദ്യപരിശോധനയ്ക്കും ശേഷം കോടതിയിലും എത്തിച്ചത്. ഈ സമയം യുവജന സംഘടനകളുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധമാണുണ്ടായത്. രാഹുലിന് നേരെ പ്രതിഷേധക്കാർ ചീമുട്ട എറിയുകയും ചെയ്തു. അമൃത ന്യൂസ്, പത്തനംതിട്ട. കാസർഗോഡ് കുമ്പളയിലെ CPM നേതാവും മുൻ ഏരിയ സെക്രട്ടറിയും എൺമകജി ഗ്രാമപഞ്ചായത്ത് അംഗവുമായ S സുധാകരനെതിരെ ലൈംഗിക പീഡനത്തിന് വീട്ടമ്മയുടെ പരാതി. സംഭവത്തിൽ കാസർഗോഡ് വനിതാ പോലീസ് കേസെടുത്തതോടെ നിലവിൽ ഗ്രാമപഞ്ചായത്ത് അംഗമായ പ്രതി ഒളിവിൽ പോയി. വർഷങ്ങളോളം പീഡിപ്പിച്ച് നഗ്നചിത്രം പകർത്തിയതായി പരാതിയിൽ പറയുന്നു. പാർട്ടി പ്രവർത്തക കൂടിയായ വീട്ടമ്മയെ CPM മുൻ കുമ്പള ഏരിയ സെക്രട്ടറിയും നിലവിൽ എൺമകജ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ S സുധാകരൻ ലൈംഗികമായി പീഡിപ്പിച്ച് നഗ്നചിത്രങ്ങൾ പകർത്തിയെന്ന് പരാതിയിൽ പറയുന്നു. ലൈംഗിക അതിക്രമത്തിന് ഇരയായ വീട്ടമ്മ പീഡനത്തിന്റെ ദൃശ്യങ്ങൾ സഹിതം ജില്ലാ പോലീസ് മേധാവിക്കും DGPക്കും പരാതി നൽകുകയായിരുന്നു. തുടർന്ന് DGPയുടെ നിർദ്ദേശപ്രകാരം മുൻ ഏരിയ സെക്രട്ടറിയായ പ്രതി സുധാകരനെതിരെ വനിതാ പോലീസ് കേസെടുക്കുകയായിരുന്നു. നിലവിൽ ഗ്രാമപഞ്ചായത്ത് അംഗമായ സുധാകരനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് അന്വേഷണത്തിനായി 3-അംഗ കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു. പാർട്ടി കമ്മീഷന്റെ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് സുധാകരനെതിരെ കാസർഗോഡ് വനിതാ പോലീസ് കേസെടുത്തത്. ഇതോടെ ഗ്രാമപഞ്ചായത്ത് അംഗമായ CPM നേതാവ് ഒളിവിൽ പോയി. അമൃത ന്യൂസ്, കാസർഗോഡ്. പാകിസ്ഥാന് മുന്നറിയിപ്പുമായി ഇന്ത്യ. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന് കരസേനാ മേധാവി അറിയിക്കുന്നു. ശത്രുവിൻ്റെ ഏത് ദുസ്സാഹസത്തിനും തിരിച്ചടി നൽകുമെന്നും കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ചൂണ്ടിക്കാട്ടി. കശ്മീരിൽ ഭീകരരുടെ നെറ്റ്വർക്ക് ഏതാണ്ട് മുഴുവനായി തകർക്കാൻ കഴിഞ്ഞെന്നും പാകിസ്ഥാന്റെ ആണവ ഭീഷണി തകർത്തുവെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ രാജ്യത്തിന്റെ കരുത്തും നിശ്ചയദാർഢ്യവും തെളിയിച്ചെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന്റെ ആണവ ഭീഷണി തകർത്തുവെന്ന് ഉപേന്ദ്ര ദ്വിവേദി അറിയിച്ചു. 3 സേനകൾക്കും സർക്കാർ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി. 3 സേനകളുടെയും സംയുക്ത നീക്കത്തിന് ഉദാഹരണമാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്നും പാകിസ്ഥാൻ ഭീകരർക്ക് സഹായം നൽകുന്നത് തുടരുകയാണെങ്കിൽ ഇന്ത്യ കനത്ത തിരിച്ചടി നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. जहाँ तक हमारे आइज एंड ईयर्स के सवाल हैं, चूंकि ऑप सिंदूर ऑन है इसलिए वो आइज एंड ईयर्स वो खुले रहेंगे. इसके तहत जो कुछ हमें कार्रवाई करनी है वो हमने आगे कर रखी है. जहाँ तक दूसरा आपका सवाल है कि टेररिस्ट कैंप के क्या हालात हैं.
വടക്കൻ അതിർത്തികളിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. ജമ്മു കശ്മീരിൽ ഭീകര സംഘടനകളുടെ നെറ്റ്വർക്ക് ഏതാണ്ട് തകർക്കാനായെന്ന് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി അറിയിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ സമയത്തെ അധിക സേനാവിന്യാസം 2 രാജ്യങ്ങളും പിൻവലിച്ചു. ജാഗ്രത തുടരുകയാണെന്ന് കരസേന മേധാവി വ്യക്തമാക്കി. മെയ് 10 വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനു ശേഷവും ജമ്മു കശ്മീരിൽ അസ്വസ്ഥതകളുണ്ടെന്നും എന്നാൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമെന്നും ജനറൽ ദ്വിവേദി പറഞ്ഞു. പാകിസ്ഥാൻ അതിർത്തിക്കടുത്ത് 8 ഭീകര പരിശീലന ക്യാമ്പുകൾ ഉണ്ടെന്നാണ് വിവരം. ഇവ നിരീക്ഷിച്ച് ആവശ്യമെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നും കരസേന മേധാവി വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂർ ഭീകരരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർത്തു. എല്ലാ കമാൻഡിലും 5000 ഡ്രോണുകൾ തയ്യാറാക്കാനുള്ള ശേഷി സേനയ്ക്കുണ്ട്. അടുത്തിടെ പാകിസ്ഥാൻ അയച്ച ഡ്രോണുകൾ ആക്രമണ സ്വഭാവമുള്ളതായിരുന്നില്ലെന്നും ഡ്രോണുകൾ അയക്കരുതെന്ന് പാകിസ്ഥാന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും കരസേന മേധാവി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത TV. ഒക്ടോബർ അവസാനം മുതൽ നിർത്തിവെച്ച എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ കുവൈറ്റ് കോഴിക്കോട് സർവീസ് പുനരാരംഭിക്കുന്നു. മാർച്ച് 1 മുതലാണ് സർവീസ് പുനരാരംഭിക്കുന്നത്. മാർച്ച് 1 മുതൽ ഞായർ, ബുധൻ, വെള്ളി എന്നീ ദിവസങ്ങളിലായിട്ടാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. എന്നാൽ കോഴിക്കോടിനൊപ്പം നിർത്തിവെച്ച കണ്ണൂർ സർവീസ് പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് ഇതുവരെ അറിയിപ്പ് വന്നിട്ടില്ല. കഴിഞ്ഞ ഒക്ടോബർ മാസം അവസാനം മുതലാണ് കുവൈറ്റിൽ നിന്നും കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസ് എയർ ഇന്ത്യ എക്സ്പ്രസ് നിർത്തിവെച്ചത്. വിൻ്റർ ഷെഡ്യൂളിൻ്റെ ഭാഗമായിട്ടാണ് സർവീസ് നിർത്തിവെച്ചതെന്നാണ് അധികൃതർ അറിയിച്ചത്. ഇതേ തുടർന്ന് മലബാർ ഭാഗത്തേക്കുള്ള നിരവധി യാത്രക്കാരാണ് പ്രതിസന്ധിയിലായത്. 2025 വർഷം 4ാം പാദത്തിൽ സൗദിയിലെ നഗരങ്ങളിൽ 2.78 കോടിയിലേറെ യാത്രക്കാർ പബ്ലിക് ബസ് സർവീസുകൾ ഉപയോഗിച്ചതായി ട്രാൻസ്പോർട്ട് ജനറൽ അതോറിറ്റി പുറത്തുവിട്ട സ്ഥിതി വിവര കണക്കുകൾ വ്യക്തമാക്കി. യാത്രക്കാരുടെ എണ്ണത്തിൽ റിയാദാണ് ഒന്നാമത്. 3 മാസത്തിനിടെ റിയാദിൽ 2.115 കോടിയിലേറെ യാത്രക്കാരാണ് ബസ് സർവീസുകൾ ഉപയോഗിച്ചത്. 2ാം സ്ഥാനത്തുള്ള മക്കയിൽ 34.2 ലക്ഷം യാത്രക്കാരും 3ാം സ്ഥാനത്തുള്ള ജിദ്ദയിൽ 11.9 ലക്ഷം യാത്രക്കാരും ബസ് സർവീസുകൾ ഉപയോഗപ്പെടുത്തി. കുവൈറ്റിൽ റെന്റ് എ കാർ വിപണി നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി കാർ വാടക വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാൻ വാണിജ്യ വ്യവസായ മന്ത്രാലയം തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ട്. റെന്റ് എ കാർ ഓഫീസുകളും ഉപഭോക്താക്കളും തമ്മിലുള്ള ബന്ധം ഏകീകരിക്കുവാനും മെച്ചപ്പെടുത്തുവാനും ലക്ഷ്യമാക്കിയാണ് ഈ നീക്കമെന്ന് പ്രാദേശിക ദിനപത്രം റിപ്പോർട്ട് ചെയ്തു. ഇതിനു പുറമെ ഉപഭോക്തൃ അവകാശങ്ങളും കമ്പനികളുടെ താൽപ്പര്യങ്ങളും തമ്മിൽ സന്തുലിതാവസ്ഥ ഉറപ്പാക്കുക, നിയമപരമായ തർക്കങ്ങൾ കുറയ്ക്കുക, ഈ മേഖലയിലെ വിശ്വാസം വർദ്ധിപ്പിക്കുക എന്നിവയും ലക്ഷ്യമിടുന്നു. ഇതിൻ്റെ ഭാഗമായി അടുത്ത ദിവസം വിവിധ വകുപ്പുകളിലെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന ത്രികക്ഷി യോഗം ചേരും. ഉപഭോക്താക്കളിൽ നിന്നുള്ള നിരന്തരമായ പരാതികളുടെ പശ്ചാത്തലത്തിൽ നിലവിലുള്ള വാടക കരാറുകളും രേഖകളും ഈ യോഗത്തിൽ സമഗ്രമായി പുനഃപരിശോധിക്കും. കുവൈറ്റിൽ പുതിയ മയക്കുമരുന്ന് വിരുദ്ധ നിയമം പ്രാബല്യത്തിൽ വന്ന കഴിഞ്ഞ വർഷം 3 ടൺ വിവിധതരം മയക്കുമരുന്നുകളും 1 കോടി മയക്കുമരുന്ന് ഗുളികകളും പിടിച്ചെടുത്തതായി മയക്കുമരുന്ന് വിരുദ്ധ വിഭാഗം ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ മുഹമ്മദ് കബാസർദ് അറിയിച്ചു. മയക്കുമരുന്ന് കേസുകളുമായി ബന്ധപ്പെട്ട് 1197 പേരെയാണ് ഈ കാലയളവിൽ രാജ്യത്ത് നിന്ന് നാട് കടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ നിയമം മയക്കുമരുന്ന് വ്യാപാരികൾക്കും പ്രചാരകർക്കും ശക്തമായ തിരിച്ചടിയായി മാറിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിയമം നടപ്പാക്കിയതിനു ശേഷം ലഹരി വിമുക്ത ചികിത്സയ്ക്കായി എത്തുന്നവരുടെ എണ്ണത്തിൽ വർധനവ് രേഖപ്പെടുത്തി. 150 പേരാണ് ഇതിനകം ലഹരിമുക്ത ചികിത്സയ്ക്കായി എത്തിയത്. കുടുംബങ്ങൾ അവരുടെ മക്കളുടെ പെരുമാറ്റം ശ്രദ്ധാപൂർവം നിരീക്ഷിക്കണമെന്നും ലഹരി വസ്തുക്കളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട സംശയാസ്പദമായ പ്രവർത്തനങ്ങൾ മയക്കുമരുന്ന് വിരുദ്ധ ഹെൽപ്പ് ലൈനിൻ്റെ 18841441 എന്ന നമ്പറിൽ അറിയിക്കണമെന്നും അദ്ദേഹം അറിയിച്ചു. ട്രംപ് ഓർഗനൈസേഷനുമായി സഹകരിച്ച് സൗദിയിലെ ജിദ്ദയിൽ $100 കോടിയിലേറെ നിക്ഷേപത്തോടെ ട്രംപ് പ്ലാസ പദ്ധതി പ്രഖ്യാപിച്ച് ദാർ ഗ്ലോബൽ കമ്പനി. ആഡംബര റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറായ ദാർ ഗ്ലോബലും ട്രംപ് ഓർഗനൈസേഷനും സഹകരിച്ച് സൗദിയിൽ നടപ്പാക്കുന്ന 3ാമത്തെ പദ്ധതിയാണ് ജിദ്ദ ട്രംപ് പ്ലാസ. കിങ് അബ്ദുൽ അസീസ് റോഡിൽ അമായ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ട്രംപ് പ്ലാസ പദ്ധതി. സൗദിയുടെ ഓറഞ്ച് കാർഷിക ഉത്സവമായ ഹരീക്ക് 2026 തുടക്കമായി. ഹരീക്ക് സന്ദർശിക്കുന്നതിന് വേണ്ടി ഗൾഫ് മലയാളി ഫെഡറേഷൻ കഴിഞ്ഞ ദിവസം ഫെഡറേഷൻ കുടുംബാംഗങ്ങളുമായി ചെയർമാൻ റാഫി പാങ്ങോടിൻ്റെ നേതൃത്വത്തിൽ ഹരീക്കിൻ്റെ കാർഷിക ഭൂമിയിലേക്ക് സംഘം എത്തി മത്സരങ്ങൾ സംഘടിപ്പിച്ചു. റിയാദിൽ നിന്ന് 162 കിലോമീറ്റർ അകലെ 2 മലകളുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഹരീക്ക് ഗ്രാമം കാർഷിക ഭൂമി എന്ന് അറിയപ്പെടുന്ന ഗ്രാമമാണ്. സൗദി അറേബ്യയിലെ ഏറ്റവും നല്ല കാർഷിക ഉൽപ്പന്നങ്ങൾ കിട്ടുന്ന ഹരീക്ക് ഓറഞ്ച് ഉത്സവം തുടക്കമിട്ട് 10 വർഷം പിന്നിടുകയാണ്. കേരളത്തിൻ്റെ തനതായ കൃഷി ഉൾപ്പെടെ ഒട്ടനവധി കൃഷികൾ ഹരീക്കിലെ തോട്ടങ്ങളിൽ കാണാൻ കഴിയും. എല്ലാ തോട്ടങ്ങളിലും കൃഷി കൈകാര്യം ചെയ്തത് മലയാളികൾ ഉൾപ്പെടെയുള്ള ടീം അംഗങ്ങളാണ്. റിയാദിൽ വെച്ച് വഴിയിൽ സഹായം അഭ്യർത്ഥിച്ച ഒരു യമനി പൗരനെ വാഹനത്തിൽ കയറ്റിയ മലയാളിക്ക്
ജീവിത സമ്പാദ്യം നഷ്ടമായി. 11 വർഷമായി ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള സ്വദേശി പ്രസാദ് കുമാറിനാണ് അപരിചിതനെ വാഹനത്തിൽ കയറ്റിയതിന് ജോലിയും 11 വർഷത്തെ സർവീസ് മണി നഷ്ടവും ജയിൽവാസവും അനുഭവിക്കേണ്ടി വന്നത്. വഴിയിൽ സഹായം അഭ്യർത്ഥിച്ച ഒരു യമനി പൗരനെ വാഹനത്തിൽ കയറ്റി പോകുമ്പോൾ പോലീസ് പരിശോധനയിലാണ് യമനിക്ക് ഇക്കാമയോ മറ്റോ നിയമപരമായ രേഖകളോ ഇല്ലെന്നും അതിർത്തി കടന്ന് നിയമവിരുദ്ധമായി സൗദിയിൽ പ്രവേശിച്ചതാണെന്നും വ്യക്തമായത്. ഇതേ തുടർന്ന് യമനിയെയും പ്രസാദ് കുമാറിനെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും പ്രസാദിനെ 1 മാസത്തോളം ജയിലിൽ അടയ്ക്കുകയും ചെയ്തിരുന്നു. കമ്പനി പുറത്താക്കിയതിനെ തുടർന്ന് ജോലി നഷ്ടമാകുകയും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായ പ്രസാദിന് കേളി കലാ സാംസ്കാരിക വേദി ഇന്ത്യൻ എംബസിയെ സമീപിച്ച് എക്സിറ്റ് നടപടികൾ പൂർത്തിയാക്കുകയും നാട്ടിലേക്ക് മടങ്ങുന്നതിനുള്ള ടിക്കറ്റ് കേളി നൽകുകയും ചെയ്തു. സ്കൂൾ സമയത്തെ ഗതാഗത തിരക്ക് കുറയ്ക്കാൻ സ്കൂൾ ബസ് പൂളിംഗ് പദ്ധതിയുമായി ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി പരീക്ഷണാടിസ്ഥാനത്തിലാണ് നിലവിൽ പദ്ധതി നടപ്പിലാക്കുന്നത്. സ്കൂൾ ബസ്സുകളുടെ ഉപയോഗം മെച്ചപ്പെടുത്തുക, സ്കൂൾ സോണുകളിലെ തിരക്ക് കുറയ്ക്കുക, വിദ്യാർത്ഥികളുടെ യാത്രയ്ക്ക് സുരക്ഷിതവും കാര്യക്ഷമവുമായ ബദൽ മാർഗം ഒരുക്കുക എന്നിവയാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. യാങ്കോ ഗ്രൂപ്പുമായും അർബൻ എക്സ്പ്രസ് ട്രാൻസ്പോർട്ടുമായും സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സമാന റൂട്ടുകൾ യാത്ര ചെയ്യുന്ന ഒന്നിലധികം സ്കൂളുകളിലെ കുട്ടികൾക്കായി ബസ്സുകൾ പങ്കിട്ട് സർവീസ് നടത്തുക എന്ന രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. RTAക്ക് വേണ്ടി പബ്ലിക് ട്രാൻസ്പോർട്ട് ഏജൻസി CEO അഹമ്മദ് ഹാഷിം ബെഗ്റൂസിയാൻ, യാങ്കോ ഗ്രൂപ്പിൻ്റെ റീജിയണൽ ഹെഡ് ഇസ്ലാം അബ്ദുൽ കരീം, അർബൻ എക്സ്പ്രസ് ട്രാൻസ്പോർട്ടിൻ്റെ സ്ഥാപകനും CEOയുമായ ഡോക്ടർ മുഹമ്മദ് അൽ ഹഷ്മി എന്നിവർ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. ഇസ്ലാം മതവിശ്വാസികൾ കാത്തിരിക്കുന്ന റംസാൻ വ്രതാരംഭം ഫെബ്രുവരി 19 മുതലായിരിക്കുമെന്ന് ദുബായ് അസ്ട്രോണമി ഗ്രൂപ്പ് അറിയിച്ചു. ചാന്ദ്രദർശനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാവുക. ഇത്തവണ റംസാൻ 29 ദിവസമായിരിക്കുമെന്നാണ് കണക്കാക്കുന്നത്. അങ്ങനെയെങ്കിൽ മാർച്ച് 20-നാകും പെരുന്നാൾ. കഴിഞ്ഞ വർഷത്തെ റംസാൻ മാസത്തെ അപേക്ഷിച്ച് ഇത്തവണ ദൈർഘ്യം കുറഞ്ഞ പകലുകളായതിനാൽ വ്രതാരംഭത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ ഏകദേശം 12 മണിക്കൂർ 46 മിനിറ്റ് ആയിരിക്കും നോമ്പ് സമയം. സുരക്ഷാ മേഖലയുമായി ബന്ധപ്പെട്ട ലോകത്തിലെ ഏറ്റവും വലിയ പ്രദർശനങ്ങളൊന്നായ ഇന്റർസെക് എക്സിബിഷന് ദുബായിൽ തുടക്കമായി. 60 രാജ്യങ്ങളിൽ നിന്നുള്ള 1200ഓളം കമ്പനികൾ ഇത്തവണത്തെ മേളയിൽ പങ്കെടുക്കുന്നു. ദുബായ് പോർട്സ് ആൻഡ് ബോർഡേഴ്സ് സെക്യൂരിറ്റി കൗൺസിൽ ചെയർമാൻ ഷെയ്ഖ് മൻസൂർ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ഇന്റർസെക് എക്സിബിഷന്റെ 27ാമത് പതിപ്പ് ഉദ്ഘാടനം ചെയ്തത്. 60ലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള 1200ഓളം സ്ഥാപനങ്ങൾ പങ്കെടുക്കുന്ന മേളയിൽ 50,000-ലേറെ സന്ദർശകരെയാണ് പ്രതീക്ഷിക്കുന്നത്. പുതിയ കാലത്തിന്റെ സുരക്ഷാ വെല്ലുവിളികളും പരിഹാര മാർഗങ്ങളും ചർച്ച ചെയ്യുന്ന മേളയിൽ സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളും സാങ്കേതിക വിദ്യകളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ദുബായ് സിവിൽ ഡിഫൻസ്, സെക്യൂരിറ്റി ഇൻഡസ്ട്രി റെഗുലേറ്ററി ഏജൻസി എന്നീ സ്ഥാപനങ്ങളും ട്രാൻസ്ഗാർഡ്, നാഫ്കോ, ബ്രിസ്റ്റോൾ, ഫയർ എഞ്ചിനീയറിംഗ് ഉൾപ്പെടെയുള്ള കമ്പനികളും പ്രദർശനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള സ്ഥാപനങ്ങളും ഇത്തവണത്തെ പ്രദർശനത്തിൽ സജീവമാണ്. അപകട അത്യാഹിത മേഖലകളിൽ ജോലിയെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള സുരക്ഷാ ഉപകരണങ്ങൾ, പാദരക്ഷകൾ, ചൂടിനെയും അഗ്നിയെയും പ്രതിരോധിക്കുന്ന വസ്ത്രങ്ങൾ എന്നിവയൊക്കെ നിർമ്മിക്കുന്ന നിരവധി കമ്പനികളും പ്രദർശനത്തിന്റെ ഭാഗമായി. മേള ജനുവരി 14-ന് സമാപിക്കും. വീടുകളാവട്ടെ വ്യവസായ സ്ഥാപനങ്ങളാവട്ടെ സുരക്ഷ എത്രത്തോളം പ്രധാനമാണെന്ന് കാണിക്കുകയാണ് ദുബായിൽ നടക്കുന്ന ഈ എക്സിബിഷൻ. ഇന്റർസെക് എക്സിബിഷൻ നടക്കുന്ന ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നിന്നും ജെറിൻ ജേക്കബിനൊപ്പം ശ്രീരാജ് കൈമൾ, അമൃത ന്യൂസ്. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ അരങ്ങുണരും. 5 ദിവസം 25 വേദികളിലായിട്ടാണ് കലാമത്സരങ്ങൾ നടക്കുക. സ്വർണ്ണക്കപ്പ് പ്രയാണം പൂരനഗരിയിലെത്തിയിട്ടുണ്ട്. നാളെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മേളയ്ക്ക് തിരി തെളിയിക്കുന്നത്. തുടർന്ന് 25 വേദികളിലായി 249 ഇനങ്ങളിൽ 10,000-ലേറെ പ്രതിഭകൾ മാറ്റുരയ്ക്കും. 10 SIമാരുടെ കീഴിൽ 1200ഓളം പോലീസുകാരെയാണ് സുരക്ഷയ്ക്കായി ഒരുക്കിയിട്ടുള്ളത്. അതേസമയം ഇക്കുറിയും പഴയടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് കലോത്സവത്തിന് എത്തുന്നവർക്ക് ഭക്ഷണം ഒരുക്കുന്നത്. 25,000-ത്തിലധികം പേർക്കാണ് ഭക്ഷണം ഒരുക്കുന്നത്. ശരണാമൃതം പവേർഡ് ബൈ ധനലക്ഷ്മി ബാങ്ക്. ബാങ്കിംഗ് ഓൺ റിലേഷൻഷിപ്സ് ഫോറെവർ. സ്വാമിയേ തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് ഭക്തി നിർഭരമായ സ്വീകരണമാണ് ശബരിപാതയിൽ എങ്ങും നൽകുന്നത്. ഇന്ന് രാവിലെ അയിരൂർ പുതിയകാവ് ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട ഘോഷയാത്ര വൈകിട്ട് ലാഹ വനം വകുപ്പ് സത്രത്തിൽ വിശ്രമിക്കുന്നുണ്ട്. 500-ലധികം ചെറുതും വലുതുമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് യാത്ര തുടരുന്നത്. നാളെ പരമ്പരാഗത പാതയിലൂടെ സഞ്ചരിച്ച് വൈകിട്ട് സന്നിധാനത്ത് എത്തും.
മകരസംക്രമ സന്ധ്യയിൽ ശബരീശന് ചാർത്താനുള്ള തിരുവാഭരണം വഹിച്ച ഘോഷയാത്രയ്ക്ക് പരമ്പരാഗത പാതയിൽ വൻ വരവേൽപ്പാണ് ലഭിക്കുന്നത്. നിലവിളക്കും നിറപറയും പൂമാലകളും ഒരുക്കിയാണ് പാതയ്ക്ക് ഇരുവശവും ഭക്തർ സ്വീകരണമൊരുക്കുന്നത്. ശബരീശ സന്നിധിയിലേക്കുള്ള പരമ്പരാഗത പാതയ്ക്ക് ഇരുവശവും താമസിക്കുന്നവർക്ക് ഓരോ വർഷവും കാത്തിരിപ്പിന്റെ സാഫല്യമാണ് തിരുവാഭരണ ഘോഷയാത്ര. മകരവിളക്ക് ഉത്സവം എന്ന് പറയുമ്പോൾ പത്തനംതിട്ട ജില്ല എന്നല്ല, ലോകം മുഴുവനും ഈ ഉത്സവം ആഘോഷിക്കാറില്ല. പക്ഷേ പത്തനംതിട്ടക്കാരുടെ ഒരു വികാരം, അല്ലെ അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു വികാരത്തിന് ഭയങ്കര വാല്യൂ ആണ്. കാരണം ഉള്ളവനും ഇല്ലാത്തവനും എല്ലാം ഇതിൻ്റെ ഭാഗമാണ്. ഒരു ചൂടുവെള്ളമെങ്കിലും ഈ നടന്നു വരുന്ന സ്വാമിമാർക്ക് വേണ്ടി അവർ കരുതാറുണ്ട്. നാടെങ്ങും ജാതിമത ഭേദമന്യെയാണ് തിരുവാഭരണ ഘോഷയാത്രാ സംഘത്തിന് സ്വീകരണമൊരുക്കുന്നത്. എല്ലാവരും വന്ന് ഇരിക്കുന്നതും ഈ പല്ലക്ക് വഹിക്കുന്നവരും എല്ലാവരും നമ്മുടെ വീട്ടിലാണ് വിശ്രമിക്കുന്നതൊക്കെ. അതുപോലെ പന്തള രാജാവ് വന്നാലും ഇവിടെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നതൊക്കെ. അതൊരു വലിയ പുണ്യമായിട്ട് ഞാൻ കരുതുന്നു. ഞാനൊരു കത്തോലിക്കനാണ്. അയിരൂർ പുതിയകാവ് ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച 2ാം ദിവസത്തെ പ്രയാണം ലാഹ വനം വകുപ്പ് സത്രത്തിൽ അവസാനിപ്പിച്ചു. 3ാം ദിവസം കാനനപാതയിലൂടെ കടന്നുപോകുന്ന ഘോഷയാത്ര വൈകിട്ടോടെ സന്നിധാനത്തെത്തും. അമൃത ന്യൂസ്, പത്തനംതിട്ട. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.